ഇത്രയും കാലം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ അയോഗ്യതയായിട്ട് ഇപ്പോഴത്തെ പുതിയ കാലത്ത് നിർമ്മാതാക്കളും പ്രത്യേകിച്ച് നടീനടന്മാർ പുതിയ നടന്മാരൊക്കെ കാണുന്നതാണ്. അപ്പോൾ അന്ന് ഈ ആൽബം മറിച്ച് നോക്കുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ സ്റ്റില്ല് കണ്ടിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ നായകനേക്കാളും എന്നെ ഇമ്പ്രസ് ചെയ്യുന്നത് ഈ വില്ലനായിട്ട് അഭിനയിച്ച ആളാണെന്ന് പറഞ്ഞു. മേനോൻ സാർ ഒരു ദീർഘദൃഷ്ടിയായിരുന്നുള്ളതാണത്. ഞാനപ്പോൾ വൈകുന്നേരം പത്രം വാങ്ങിച്ചിട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു ബൈക്ക് എൻ്റെ മുമ്പിൽ കൊണ്ട് ചവിട്ടി നിർത്തുന്നു. നോക്കും മോഹൻലാലാണ്. ഈ ആൽബം കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്റ്റില്ല് കണ്ടിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ പി എൻ മേനൻ്റെ അടുത്ത്. അതാണ് മോഹൻലാലിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു അനുഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലിരിക്കുക. ഞാൻ ഗഫൂറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിക്കോളൂ, ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രേം നസീർ നോ പറഞ്ഞു എന്നാണ് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം മകനോട് പറഞ്ഞു ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ മുടങ്ങി പോകാനുള്ള കാരണം. അങ്ങനെ പി എൻ മേനോൻ, സേതുമാധവൻ, ഭരതൻ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച 3 സംവിധായകരാണ്. ഈ 3 പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത്. ഒക്കെ സെറ്റിൽ ചെന്നാലും മമ്മൂക്ക എന്നോട് പറയും, തന്നെ ആ പടത്തിൽ കണ്ടല്ലോ, എന്നെക്കാളും തിരക്കാണോ താൻ എന്ന് മമ്മൂട്ടി പറയുമായിരുന്നു. എൻ്റെ സിനിമാ ജീവിത കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ ത്രാസത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന കാലഘട്ടത്തിലാണ് എറണാകുളത്ത് വെച്ച് ഞാൻ ജോൺ പോളിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ജോൺ പോൾ അന്ന് വർക്ക് ചെയ്യുന്നത് കാനറ ബാങ്കിലാണ്. അപ്പോൾ ഞാൻ ത്രാസത്തിൻ്റെ കാലഘട്ടത്തിലും അതിന് ശേഷമൊക്കെ എറണാകുളത്തൊക്കെ പോകുമ്പോഴും മിക്കവാറും ജോൺ പോളിനെ കാണാനായിട്ട് ഈ ഗിത്തോൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ പോകും. അപ്പോൾ ആ സമയത്ത് ചാമരം എന്ന് പറയുന്ന പടം അദ്ദേഹം എഴുതി. അങ്ങനെ പിന്നീട് ജോൺ പോൾ ഭയങ്കര തിരക്കുള്ളൊരു തിരക്കഥാകൃത്തായിട്ട് മാറി. അപ്പോൾ അന്ന് ഞാൻ പി എൻ മേനോൻ്റെ കൂടെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. പക്ഷേ മേനോൻ സാറിന് അന്ന് പടമില്ല എന്നുള്ളതാണ്. പി എൻ മേനോൻ ആ കാലഘട്ടം കൂടി പറഞ്ഞു പോകണം. അത് ഞാൻ അപ്പോൾ 1980 കാലമാണ്. 80 ഞാൻ എല്ലാ ദിവസവും പി എൻ മേനോൻ്റെ വീട്ടിൽ പോകും. മേനോൻ സാറിൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാനന്ന് ഉമാ ലോഡ്ജിൽ താമസിക്കുന്നത്. അവിടെ നിന്ന് മേനോൻ സാർ പി എൻ മേനോൻ്റെ വീട്ടിൽ പോകും. അവിടെ നിന്നായിരിക്കും മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഉച്ചവരെ മേനോൻ സാറായിട്ട് പല കഥകളും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പല സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് മേനോൻ സാർ പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല സാമ്പത്തിക പ്രശ്നങ്ങളുള്ളൊരു സമയമാണ്. അങ്ങനെ ഞങ്ങളൊരു ദിവസം കഥ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു കാറ് വന്ന് നിർത്തുന്നു. ആ കാറിൽ നിന്ന് ജിജോ, നവോദയ ജിജോ, പിന്നെ അതിൻ്റെ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങുന്നു. ഒരു ആൽബമൊക്കെ ആയിട്ട് പി എൻ മേനോൻ സാർ എടുത്ത് വരുന്നു. ഈ മേനോൻ സാറോട് പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നു. പി എൻ മേനോൻ സാർ അതിനു മുമ്പ് കുറേ കാലം പണ്ടൊക്കെ അതിനു മുമ്പ് സിനിമയ്ക്ക് പോസ്റ്ററുകൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിനിമയ്ക്ക് പോസ്റ്ററൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മേനോൻ സാർ പറഞ്ഞു, ഞാൻ ആ പണിയൊക്കെ നിർത്തി, ഇനിയിപ്പോൾ പോസ്റ്റർ ഒന്ന് ഡിസൈൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഇത് അപ്പച്ചൻ, നവോദയ അപ്പച്ചൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ചെയ്യാനായിട്ട് മേനോൻ സാറിനെ ഏൽപ്പിക്കുകയാണ്. ഇതും പറഞ്ഞ് അവരങ്ങ് പോയി. മേനോൻ സാർ ഞാനൊന്ന് ആലോചിച്ച് നാളെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആൽബം മറിച്ച് നോക്കി. അത് മഞ്ഞിലുരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയുടെ ആൽബം ആയിരുന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ പോസ്റ്റർ ഇതൊക്കെ മറിച്ച് നോക്കിയിട്ട് ഇത് പുതിയ ആൾക്കാർ അഭിനയിക്കുന്നതാണ്, അപ്പോൾ പുതിയ സംവിധായകനാണെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു, ഫാസിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് എന്താ പറയുക, ആൽബം മറിച്ച് പോയി കഴിഞ്ഞപ്പോൾ മേനോൻ സാറിന് ഇത് നമുക്ക് ചെയ്യാമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ ആൽബം മറിച്ച് നോക്കുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ സ്റ്റില്ല് കണ്ടിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ നായകനേക്കാളും എന്നെ ഇമ്പ്രസ് ചെയ്യുന്നത് ഈ വില്ലനായിട്ട് അഭിനയിച്ച ആളാണെന്ന് പറഞ്ഞു. മേനോൻ സാർ ഒരു ദീർഘദൃഷ്ടിയായിരുന്നുള്ളതാണത്. ഇവരിലൊരു നടനുണ്ടെന്ന് പറഞ്ഞു. മേനോൻ സാർ പടവും കണ്ടില്ല, ഒന്നും കണ്ടില്ല, ആൽബം കണ്ടിട്ടാണ് ഈ പറയുന്നത്, വെറും ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടാണ്. മോഹൻലാലിൻ്റെയൊക്കെ ഫോട്ടോ ഒന്ന് എന്താ പറയുക പോസ്റ്റർ ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന് സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ യാദൃശ്ചികമായിട്ടുള്ള ഒരു ദിവസം മോഹൻലാലിനെ കോടമ്പാക്കത്ത് വെച്ച് പരിചയപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ഞാൻ ഉമാ ലോഡ്ജിൽ നിന്ന് താമസം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മോഹൻലാൽ മദ്രാസിൽ സ്ഥിരതാമസം, മോഹൻലാൽ, പ്രിയദർശനും സുരേഷ് കുമാറൊക്കെ സ്വാമീസ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം മോഹൻലാലിനൊരു ബൈക്കുണ്ട്. ഈ ബൈക്കിന് ഈ സെബാസ്റ്റിനെ പുറയിലിരുത്തിയിട്ട് മോഹൻലാൽ ഈ കോടമ്പക്കത്ത് ആ ഭാഗത്ത് എവിടെ കണ്ട് വന്ന് ഞാനപ്പോൾ വൈകുന്നേരം പത്രം വാങ്ങിച്ചിട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു ബൈക്ക് എൻ്റെ മുമ്പിൽ കൊണ്ട് ചവിട്ടി നിർത്തുന്നു. നോക്കും മോഹൻലാലാണ്. അപ്പോൾ സെബാസ്റ്റിനെ എന്നെ പരിചയപ്പെടുത്തുകയാണ് മോഹൻലാൽ. ഇതാണ് മോഹൻലാൽ മഞ്ഞിലുരിഞ്ഞ പൂക്കളിൽ ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിച്ച ആൾ. അപ്പോൾ ഞാൻ ഈ ആൽബം കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്റ്റില്ല് കണ്ടിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ പി എൻ മേനൻ്റെ അടുത്ത്. അതാണ് മോഹൻലാലിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു അനുഭവം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ജോൺ പോളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സമയത്ത് ജോൺ പോൾ മദ്രാസിൽ എപ്പോഴും വരും, ഹോട്ടലിൽ വരും. ഞാനും അദ്ദേഹത്തെ പോയി കാണും. ഞാൻ മേനോൻ സാറ്
എന്താ പറയുക, അദ്ദേഹത്തോടെ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് പോയിട്ട് ജോൺ പോളിൻ്റെ കൂടെ തിരക്കഥ രചനയിൽ അദ്ദേഹത്തിനെ സഹായിക്കാനൊക്കെ ഇട്ടിരിക്കും. പലപ്പോഴും കോപ്പി എടുക്കലാണ് പരിപാടി. പക്ഷേ പല സീനുകളൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ കുറേ സിനിമകൾ അതിങ്ങനെ കുറേ കാലം ഞാനത് തുടർന്നു എന്നുള്ളതാണ്. അന്ന് ജോൺ പോൾ ഭയങ്കര തിരക്കുള്ള സമയത്ത് 2-3 പടത്തിനൊക്കെ തിരക്കഥ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ എന്നോട് പറയും, നീ ഒന്ന് എഴുതി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സീനുകളൊക്കെ എഴുതാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടൊക്കെ ഒരു അനുഭവമുണ്ട് എനിക്ക്. അങ്ങനെ യാത്ര എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ യാത്ര എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ തിരക്കഥാ രചനയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഇരിക്കാനുള്ളൊരു അനുഭവമൊക്കെ ബാലുമഹേന്ദ്രയുടെ കൂടെ ഡിസ്കഷനൊക്കെ കൂടെ ഇരിക്കാനുള്ളൊരു അവസരമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ജോൺ പോൾ ശരിക്കും പറയണമെങ്കിൽ പിൽക്കാലത്ത് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. മേനോ സാറിൻ്റെ കൂടെ പിന്നെ 3-4 പടങ്ങൾ വർക്ക് ചെയ്തു. മലമുകളിലെ ദൈവം, അസ്ത്രം, പിന്നെ കടമ്പ എന്ന് പറയുന്ന സിനിമ എൻ്റെ തന്നെ തിരക്കഥയാണ്. എൻ്റെ കഥയായിരുന്നു. മേനോ സാറായിട്ട് ഒരുമിച്ചിരുന്ന് തിരക്കഥ എഴുതി സംഭാഷണമൊക്കെ എഴുതിയ ഞാനാണ്. ആ സിനിമ ഷൊർണൂരിലാണ് ഷൂട്ട് ചെയ്തത്. ആ പടത്തിന് വർക്ക് ചെയ്ത് ഞാൻ. അതിലാണ് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട എന്നുള്ള പാട്ടൊക്കെ ഉള്ള സിനിമയാണത്, കടമ്പ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ജോൺ പോൾ തിരക്കഥ എഴുതിയിട്ട് സെഞ്ചുറി നിർമ്മിച്ചൊരു സിനിമയുണ്ട്, അസ്ത്രം എന്ന് പറയുന്ന സിനിമ. PN മേനോൻ്റെ കൂടെ വർക്ക് ചെയ്ത്. ആ സിനിമയുടെ തിരക്കഥയിൽ പൂർണ്ണമായിട്ടും ഞാൻ ജോൺ പോളിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളതാണ്. ഈ സമയത്ത് സേതുമാൻ സാറിൻ്റെ കൂടെ 1-2 പടങ്ങൾ ജോൺ പോൾ തിരക്കഥ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലേക്ക് എന്നെ വിളിക്കും. ഞാൻ സേതുമാൻ സാറിൻ്റെ വീട്ടിൽ പോകും. ജോൺ പോളിൻ്റെ കൂടെ പോരും. മരണം ദുർബലം കെ സുരേന്ദ്രൻ്റെ നോവൽ സിനിമയാക്കാൻ വേണ്ടി അതിൻ്റെ തിരക്കഥയുടെ ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പോകുമായിരുന്നു. ആ സമയത്ത് തന്നെ ഞാനൊരു കഥ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് അത് ഇങ്ങനെ അതിൻ്റെ തിരക്കഥ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജോൺ പോളിനോട് ആ കഥയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജോൺ പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ആരോരും അറിയാതെ എന്നായിരുന്നു ആ കഥയുടെ പേര്. അപ്പോൾ അത് ഒരു 3 വയസ്സന്മാരുടെ കഥയാണ്. കുറച്ച് കോമഡിയൊക്കെ ആയിട്ടുള്ള സിനിമയാണ്. അത് പ്രേം നസീർ അതിൽ പ്രധാന വേഷം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പ്രേം നസീർ, തിലകൻ, കൊടിയേറ്റം ഗോപി 3 പേരാണ് ഈ വയസ്സന്മാരായിട്ട് ഞാൻ ആലോചിച്ചത്. പിന്നെ മമ്മൂട്ടി, നെടുമുടി വേണുവൊക്കെ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കഥയാണത്. അപ്പോൾ ഞാനിത് ജോൺ പോളിനോട് പറഞ്ഞപ്പോൾ ജോൺ പോൾ പറഞ്ഞു അത് നമുക്ക് തിരക്കഥ എഴുതാം, പ്രൊഡ്യൂസറെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എറണാകുളത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഹനീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ പോളിന് അഡ്വാൻസും കൊടുത്ത് തിരക്കഥയൊക്കെ എഴുതാനായിട്ട് ഏർപ്പാട് ചെയ്ത സമയത്ത് പ്രേം നസീറിനെ കണ്ട് കഥ പറയണമെന്ന് പറഞ്ഞ് നസീർ സാറുള്ള സെറ്റിൽ ആട്ടക്കലാശ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ പ്രേം നസീറിനോട് പോയിട്ട് കഥ പറയണം. നസീർ സാറ് ഭയങ്കരമായിട്ട് രസിച്ച് കഥയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് കൊടുക്കാനായിട്ട് മദ്രാസിലേക്ക് ഒരു ദിവസം എന്തോ നസീർ സാർ പറഞ്ഞനുസരിച്ച്. അപ്പോൾ ജോൺ പോൾ പറഞ്ഞ് ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, പ്രൊഡ്യൂസറെ കൂട്ടിയിട്ട് കമല അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ മദ്രാസിൽ പോകാൻ റെഡിയായിട്ട് വീട്ടിൽ നിന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റോട് കൂടി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഗഫൂർ എന്ന് പറഞ്ഞിട്ട്. ഗഫൂറിൻ്റെ ഫ്രണ്ടാണ് ഈ ഹനീഫ് എന്ന് പറയുന്ന നിർമ്മാതാവായിട്ടുള്ള കക്ഷി. അപ്പോൾ ഞാനവിടെ ചെന്ന് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം വരുന്നില്ല. അപ്പോൾ അന്ന് മൊബൈലൊന്നുള്ള കാലമല്ലല്ലോ. അപ്പോൾ എനിക്ക് ഗഫൂറിനെ വിളിക്കാനായിട്ടൊന്നും ഒരു മാർഗ്ഗവും ഇല്ല. ഞാൻ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്ന് ട്രെയിൻ പോയി. കുറേ നേരം കഴിഞ്ഞ് ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗഫൂർ അങ്ങോട്ട് വരിക. ഗഫൂർ എന്നോട് പറഞ്ഞ് അല്ല ഹനീഫ് വരുന്നില്ല, ഹനീഫിന് പടം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അവൻ്റെ ഫാദർ പൈസ കൊടുക്കുന്നില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. ഞാൻ ഗഫൂറിൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയിക്കോളൂ, ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ റെയിൽവേ സ്റ്റേഷനിലെ ഇരിപ്പിൽ ഇനി മുന്നോട്ട് പോകില്ല. കാരണം എനിക്ക് അത്രമാത്രം നിരാശയായിപ്പോയി. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നതാണ്. എന്തുകൊണ്ട് ആ സിനിമ മുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴാണ്, എന്തുകൊണ്ട് സിനിമ എടുക്കാനായിട്ട് ആ നിർമ്മാതാവ് തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ ഗഫൂർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രേം നസീറിനോട് കമൽ കഥ പറഞ്ഞല്ലോ, നസീർ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു സംഭവം നടന്നതിൻ്റെ ഇടയ്ക്ക് നസീർ സാർ അന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനായിട്ട് താല്പര്യം എടുത്തിട്ട് നടക്കുന്ന സമയത്ത് കോൺഗ്രസ്സിലേക്ക് ചേരാനായിട്ട് ഈ ഹനീഫ് എന്ന് പറയുന്ന നമ്മളെ നിർമ്മാതാവായിരുന്ന കക്ഷിയുടെ ഫാദർ വലിയ കോൺഗ്രസിൻ്റെ പ്രവർത്തകനും കോൺഗ്രസിൻ്റെ KPCC മെമ്പറൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവർ കോൺഗ്രസിൻ്റെ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നസീർ സാറായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ഇടവേളയിൽ എപ്പോഴോ ഈ നമ്മുടെ നിർമ്മാതാവായിരുന്ന ഹനീഫിൻ്റെ ഫാദറായിട്ടുള്ള കക്ഷി എൻ്റെ മകൻ ഇങ്ങനെ സിനിമ എടുക്കാൻ പോകണമെന്ന് പ്രേം നസീറിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു സിനിമ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മകൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ കോളേജ് കഴിഞ്ഞ് നിൽക്കുകയാണ്, 10-22 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നസീർ സാറിന് അറിയില്ലായിരുന്നു ഞാൻ കഥ പറഞ്ഞത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാതാവാണിതൊന്നും പ്രേം നസീറിന് അറിയില്ല. പുള്ളി വിചാരിച്ച് ഏതോ ഒരു പയ്യൻ സിനിമ എടുക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട്, ഇത്ര ചെറിയ പിള്ളേരൊക്കെ സിനിമ എടുക്കാമെന്നില്ല, വെറുതെ കാശ് കളയണ്ട, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി എന്ന് പ്രേം നസീർ പറഞ്ഞു. അപ്പോൾ പ്രേം നസീർ നോ പറഞ്ഞു എന്നാണ് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം മകനോട് പറഞ്ഞ് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ മുടങ്ങി പോകാനുള്ള കാരണം. ഇതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യത്തിൽ.
കാരണം വെച്ചാൽ നെസ് സാർ അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ സംഭവം, ഒരിക്കലും അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. ഞാനാണ് ആ സിനിമയുടെ സംവിധായകനെന്നോ അതല്ലെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞ കഥയുടെ നിർമ്മാതാവിന് വേണ്ടിയിട്ടാണോ ഇന്നൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. നെസ് സാർ ഒരു ശുദ്ധഗതിക്ക് അങ്ങ് പറഞ്ഞു, വെറുതെ പൈസ കളയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആ പടം മുടങ്ങിപ്പോയി എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കിയൊരു കാര്യം. ഞാനങ്ങനെ ആ ട്രെയിൻ പോയി കുറേ രാത്രി വരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പിന്നെ ഞാൻ ഏതോ ഒരു ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട്, അന്ന് എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഭാര്യ ഇരിഞ്ഞാലക്കുടയാണ് അവരുടെ വീട്. അപ്പോൾ അവരവിടെ താമസിക്കുന്നത്. ഞാൻ ഇരിഞ്ഞാലക്കുട ഭാര്യ വീട്ടിൽ ചെന്ന രാത്രി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം മഴയൊക്കെ പെയ്തിട്ട് മഴ നനഞ്ഞുകൊണ്ട് ഞാൻ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കല്ലേറ്റുങ്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ 4 കിലോമീറ്റർ നടക്കണം. ഒരു വണ്ടിയിൽ ഓട്ടോറിക്ഷ പോലും ഇല്ല ആ സമയത്ത്, മഴയുണ്ട്. ഞാൻ നടന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. ഭാര്യയോട് പറഞ്ഞു ഞാൻ സിനിമ ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു രാത്രി എൻ്റെ മനസ്സിൽ ഭയങ്കര വേദനയുണ്ട്. വൈഫ് എന്നോട് അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും കണക്കാക്കണ്ട, സിനിമ ഇനിയും വരുമല്ലോ, ഒരു സിനിമ കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വൈഫ് എന്നോട് പറഞ്ഞു പേടിക്കേണ്ട, എനിക്കെന്തല്ല. വൈഫ് അന്ന് കോളേജ് അധ്യാപികയാണ്, പൊന്നാനിയിലാണ് വർക്ക് ചെയ്യണത്. അത് വെക്കേഷൻ എന്തോ സമയത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിഞ്ഞാലക്കുട ഉണ്ട്. ഞങ്ങളന്ന് പൊന്നാനിയിലാണ് താമസം. വൈഫ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാം. ആ വൈഫ് പറഞ്ഞു എനിക്ക് ജോലിയുണ്ടല്ലോ, നമ്മളെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകുമെന്ന് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടിയൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ജോൺ പോൾ എനിക്ക് ടെലഗ്രാം അടിക്കുകയാണ്. അന്ന് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെലഗ്രാമൊക്കെ വരാം. എന്നിട്ട് പറഞ്ഞു അത്യാവശ്യം ഒരു മദ്രാസിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് സേതുമാ സാറെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ സേതുമാ സാറിൻ്റെ ജോൺ പോളിൻ്റെ കൂടെ സേതുമാ സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ പോകുമ്പോഴാണ് ജോൺ പോൾ എന്നോട് പറഞ്ഞത്, അന്ന് നമ്മൾ പറഞ്ഞ കഥയില്ലേ ആരോരും അറിയാമെന്നുള്ള കഥ, അത് ഞാൻ ഇന്നലെ സേതുമാ സാറിൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം മുമ്പ്. അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മധുസാറിൻ്റെയും സുഹാസിനിയുടെയൊക്കെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അടുത്ത മാസം ഷൂട്ടിങ് തുടങ്ങണം. അപ്പോൾ അത് നീ സമ്മതിച്ചാലേ നടക്കുള്ളൂ, കാരണം നിൻ്റെ കഥയാണല്ലോ, അത് സമ്മതിക്കണം, നീ വർക്ക് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ വല്ലാണ്ടായിപ്പോയി. കാരണം ഒരു വല്ലാത്തൊരു അവസ്ഥയാണല്ലോ അത്. കാരണം ഞാൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമ സേതുമാ സാറിനെ പോലെ ഞാൻ എന്താ പറയുക ഒരുപാട് ആരാധിക്കുന്ന ഒരു സംവിധായകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കഥ കൊടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ എനിക്ക് ചെയ്യാനിരുന്ന ഒരു സിനിമ അതിന് പ്രേം നസീറും ഒക്കെ അഭിനയിക്കേണ്ട ഒരു സിനിമ മുടങ്ങിപ്പോയതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ അപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ അത് പിന്നെ യാഥാർത്ഥ്യമായെന്നുള്ളതാണ്. സേതുമാ സാറ് എടുത്ത് ചെന്നു, സാറത് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങിയെന്നുള്ളതാണ്. കാരണം തിരക്കഥ പിറ്റേ ദിവസം മുതൽ ഞാനും ജോൺ പോളും അതിൻ്റെ തിരക്കഥയായിട്ടിരിക്കുന്നു. പിന്നെ പ്രേം നസീറിന് പകരം മധുസാറ് റോൾ അഭിനയിച്ചു. അന്ന് കൊടിയേറ്റം കോവി അതേ റോൾ തന്നെ അഭിനയിച്ചു. തിലകൻ ചേട്ടന് പകരം, തിലകൻ ചേട്ടൻ അന്ന് എന്തോ ഡേറ്റിൻ്റെ എന്തോ കൺഫ്യൂഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കരമന ജനാർദ്ദനൻ നായരാണ് ആ റോൾ അഭിനയിച്ചത്. മമ്മൂട്ടിക്ക് ഉദ്ദേശിച്ച റോൾ തന്നെ മമ്മൂട്ടി അഭിനയിച്ചു, നെടുമുടി വേണു അഭിനയിച്ചു. അന്ന് ഞാൻ ആദ്യം ആലോചിച്ചിരുന്ന പൂർണിമ ജയറാമിനായിരുന്നു. അന്ന് പിന്നെ സുഹാസിനിയുടെ ഡേറ്റ് സേതുമാ സാറിൻ്റെ ഉള്ളതുകൊണ്ട് സുഹാസിനിയാണ് പ്രധാന നായികയായിട്ട് അഭിനയിച്ചത്. സുകുമാരി ചേച്ചി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. നന്നായിട്ട് ആ സിനിമ ഓടി എന്നുള്ളതാണ്. ഏഞ്ചൽ ജോർജ് എന്ന് പറയുന്ന ആളാണ് പ്രൊഡ്യൂസ്, ഏഞ്ചൽ ഫിലിംസിൻ്റെ പടം വരുന്നത്. ഭയങ്കര ഹിറ്റായിരുന്നു ആ പടം. അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യാനിരുന്ന സിനിമ സേതുമാ സാർ, എൻ്റെ ഗുരുവായിരുന്ന സേതുമാ സാർ ചെയ്യുകയും ഞാൻ അങ്ങനെ ആ സിനിമയ്ക്ക് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും കഥാകൃത്തുമായിട്ട് വർക്ക് ചെയ്തൊരു അനുഭവം. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ, അതും ജോൺ പോൾ എന്നെ പരിചയപ്പെടുത്തി, ഭരതേട്ടൻ്റെ കൂടെ എന്നും ഭരതേട്ടൻ്റെ വീട്ടിൽ പോവും, ഭരതേട്ടൻ്റെ കൂടെ ഡിസ്കഷൻ ഇരിക്കും. അങ്ങനെ PN മേനോൻ, സേതുമാധവൻ, ഭരതൻ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച 3 സംവിധായകരാണ്. ഈ 3 പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത്. ഭരതേട്ടൻ്റെ കൂടെ ഞാൻ 2 പടം വർക്ക് ചെയ്തു. കാതോട് കാതോര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ പടം. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയല്ലോ ആ പാട്ടൊക്കെ, ദേവദൂതർ പാടി എന്നുള്ള പാട്ട്. ഔസേപ്പച്ചൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്ത പടമാണ്. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനാണ്, ജോൺ പോളാണ് അതിൻ്റെ തിരക്കഥ. അങ്ങനെ പിന്നെ ചിലമ്പ് എന്ന് പറഞ്ഞൊരു പടം. ഇങ്ങനെ ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കാലഘട്ടം. സേതുമാ സാറുടെ ആരോരും അറിയാതെ കഴിഞ്ഞ് പിന്നെ അവിടുത്തെ പോലെയുടെയും, അറിയാത്ത വീതികൾ, പിന്നെ സുനിൽ വയസ്സിലും, ഇങ്ങനെ 4 പടം വർക്ക് ചെയ്തു. അതൊന്നും അത്ര വലിയ ഓടിയിട്ടുള്ള പടങ്ങളല്ല, എങ്കിൽ പോലും സേതു സാറിൻ്റെ കൂടെ 3-4 പടം വർക്ക് ചെയ്യാൻ പറ്റി. PN മേനോൻ്റെ കൂടെ 3-4 പടം വർക്ക് ചെയ്യാൻ പറ്റി. അതേ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ വേറെ കുറേ ആൾക്കാരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. ഒന്ന് ലെനിൻ രാജേന്ദ്രൻ്റെ കൂടെ ചില്ലെന്ന് പറയുന്ന സിനിമയിൽ ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. ഹരികുമാറിൻ്റെ കൂടെ അയനം എന്ന് പറഞ്ഞിട്ട്, പിന്നെ രാജൻ ശങ്കരാടി, ഇങ്ങനെ ഗുരുജി ഒരു വാക്കെന്ന് പറഞ്ഞ പടമൊക്കെ, ഇങ്ങനെ കുറേ പല ഡയറക്ടർമാരെ, ഞാൻ 13 സംവിധായകരുടെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പല ശ്രേണിയിലുള്ള, അതിൽ PN മേനോൻ, ഭരതൻ പോലുള്ള മികച്ച സംവിധായകർ, എന്ന് വെച്ചാൽ സിനിമയെ ഒരു കലാരൂപമായിട്ട് കാണുന്ന സംവിധായകർ, അതല്ല സിനിമ ഒരു വളരെ കച്ചവടം എന്നുള്ള രീതിയിൽ കാണുന്ന എബി രാജനെ പോലുള്ള സംവിധായകരുടെയൊക്കെ പല ശ്രേണിയിലുള്ള സംവിധായകരുടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ, അതായത് അസിസ്റ്റൻ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു കാലം എന്ന് പറയുന്നത് ഒരു 7 വർഷത്തോളമാണ്. ആ ഒരു വർഷം ഞാൻ മൊത്തം 26 സിനിമ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ പലരുടെ കൂടെ വർക്ക് ചെയ്തെന്നുള്ളതാണ് സിനിമയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരിത്.
അന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് സംവിധായകനാകണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നിർമ്മാതാവിനെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് നേരെ തിരിഞ്ഞു. ഇത്രയും കാലം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അയോഗ്യതയായിട്ട് ഇപ്പോഴത്തെ പുതിയ കാലത്ത് നിർമ്മാതാക്കളും പ്രത്യേകിച്ച് നടീനടന്മാർ പുതിയ നടന്മാരൊക്കെ കാണുന്നതാണ്. ഒരു പടത്തിൽ കൂടുതൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അയോഗ്യനായി മാറും. കാരണം അത് പഴയ ആൾക്കാരായി എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷന് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതേ ജോൺ പോൾ തന്നെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ സംഭവിക്കാനായിട്ടും കാരണമായിട്ട് മാറിയെന്നുള്ളതാണ്. ഞാനിങ്ങനെ ഭയങ്കര ബിസി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അന്ന്. ഒരു പടം കഴിഞ്ഞ് വേറെ പടം, മിക്കവാറും മമ്മൂട്ടി ആ പടങ്ങളിലൊക്കെ ഉണ്ടാവുന്നുള്ളൂ. കുറേ പടങ്ങളിൽ മമ്മൂട്ടി നായകനായിരുന്നു. അപ്പോൾ മിക്ക സെറ്റിൽ ചെന്നാലും മമ്മൂട്ടി എന്നോട് പറയും, തന്നെ ആ പടത്തിൽ കണ്ടല്ലോ, എന്നെക്കാളും തിരക്കാണ് താൻ എന്ന് മമ്മൂട്ടി പറയുമായിരുന്നു. കാരണം മിക്ക പടത്തിനും ഞാൻ ഷൂട്ടിങ്ങിന് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. കാരണം എഡിറ്റിങ്ങിനും ഡബിങ്ങിനൊക്കെ പോകാൻ പറ്റില്ല. അപ്പോഴേക്കും അടുത്ത പടത്തിന് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1-2 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ജോൺ പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ജോൺ പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഒരു തിരക്കഥ രചനയിൽ സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ അപ്പോഴൊക്കെ ജോൺ പോളിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാത്ത പടങ്ങളിലും കൂടെ ഉണ്ടാവുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളത്ത് എത്തണം, അത്യാവശ്യമായിട്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പ് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ പൊന്നാനിയിൽ നിന്ന് ബസ്സൊക്കെ കയറി കഷ്ടപ്പെട്ടിട്ട് എറണാകുളത്ത് എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞ് 2-2:30 മണിയായി. ഞാൻ ജോൺ പോൾ വുഡ്ലാൻഡ്സ് എറണാകുളത്ത് ഇവിടെ VTH ഭാരത് ടൂറിസ്റ്റ് ഹോമിലാണ് ജോൺ പോളിലുള്ളത്. ഞാൻ ജോൺ പോളിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ജോൺ പോൾ ഭയങ്കര ചീത്ത. നിന്നോട് കാലത്ത് വരാൻ പറഞ്ഞാൽ എന്താ വഴിക്ക്? ഞാൻ പറഞ്ഞു, വന്ന് ബസ്സൊക്കെ കയറി ഇവിടെ എത്തണ്ടേ, പൊന്നാനിയിൽ നിന്ന് എത്തണ്ടേ എന്ന് പറഞ്ഞു. ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പോയി. 1 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോയി എന്ന് പറഞ്ഞു. R.S. ശ്രീനിവാസൻ എന്നാണ് പ്രൊഡ്യൂസർ, ശ്രീസായി പ്രൊഡക്ഷൻസ് വലിയ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നിന്നെ കാണാൻ വേണ്ടിയിട്ടും ഒരു പടം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, മദ്രാസിൽ പോയി കണ്ടുവരുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുതിയൊരു സംവിധായകനെ കൊണ്ട് പടം ചെയ്യിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ആരെങ്കിലും നല്ലതുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് കോര എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു എറണാകുളത്ത്. അന്നത്തെ കാലത്തെ ആൾക്കാരോട് പെസൻ സ്വാമിയോടും ജോഷിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോരയെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. മമ്മൂട്ടിക്കൊക്കെ അറിയാം. കോര ചീട്ടിട്ടിട്ടാണ് ഓരോ സിനിമകൾ അന്ന് തീരുമാനിക്കുന്നത്. കാരണം കോരയുടെ എന്താണ് സംഭവം എന്നറിയില്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ അത് കേട്ട് കാണും. അതൊരു വലിയ കഥയാണത്. കോരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കഥയാണ്. അദ്ദേഹം പഴയൊരു മിലിറ്ററിക്കാരനൊക്കെ ആയിരുന്നുള്ള എൻ്റെ അറിവ്. പിന്നീട് എന്തൊക്കെയോ ഈ ജ്യോത്സ്യം പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചീട്ട് വെച്ചിട്ടുള്ള പരിപാടിയാണ്, ജ്യോത്സ്യം പറയലാണ്. ആ ചീട്ടിട്ടിട്ട് അദ്ദേഹം തീരുമാനിക്കും ഈ കഥ സിനിമയാക്കണോ, അല്ലെങ്കിൽ അതിൽ ഇന്ന ആൾ സംവിധാനം ചെയ്യണോ, ഇന്ന ആൾ അഭിനയിക്കണോ, ഇന്ന ആൾ ക്യാമറ വർക്ക് ചെയ്യണോ, ഇന്ന ലൊക്കേഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചീട്ടിൻ്റെ പുറത്താണ്. അങ്ങനെ അന്ന് എറണാകുളം ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ കലു ഡെന്നീസിൻ്റെ ജോഷിയുടെയൊക്കെ ഒരുപാട് സിനിമകൾ സംഭവിച്ചത് ഈ കോരയുടെ ചീട്ടിൻ്റെ പുറത്താണ്. മിക്കവാറും എല്ലാ പടത്തിലും മമ്മൂട്ടിയായിരിക്കും നായകൻ. അതാണ് അതിൻ്റെ കോമഡി. അങ്ങനെ ഈ എല്ലാവർക്കും വിശ്വാസം, എല്ലാ സിനിമാക്കാർക്കും അന്ന് വിശ്വാസം. അങ്ങനെയാണ് ഈ R.S. ശ്രീനിവാസൻ കോരച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. മനസ്സിലായില്ലേ? ചീട്ടിടാൻ വേണ്ടിയാണ് പുള്ളിയുടെ പുതിയൊരു പടം ചെയ്യണം. അപ്പോൾ അതിന് പുള്ളി തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നത് കൊച്ചിൻ ഹനീഫ ഡയറക്റ്റ് ചെയ്തൊരു സന്ദേശം കൂടിയെന്നോ അപ്പോൾ മമ്മൂട്ടി തന്നെയാണ് അഭിനയിച്ചത്. അതാണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ അടുത്ത പടം ആരെക്കൊണ്ട് ചെയ്യിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചീട്ടിടാൻ വേണ്ടി വന്നു. അപ്പോൾ ചീട്ടിട്ടിട്ട് ഈ കോര പറഞ്ഞത്രേ, ഏതെങ്കിലും ഒരു പുതിയ സംവിധായകനെ കൊണ്ട് ചെയ്യിക്കുക, അസോസിയേറ്റ് ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരാണെന്നുള്ളത് പുള്ളിക്കറിയില്ല. അത് കോര പറഞ്ഞാൽ അറിയില്ല, നിങ്ങളത് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ജോൺ പോളിന് ഏതൊരു സിനിമക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ R.S. ശ്രീനിവാസൻ. അപ്പോൾ ജോൺ പോളിനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജോൺ പോൾ 3 പേരുടെ പേര് കൊടുത്തു, ലിസ്റ്റ് കൊടുത്തു. അതിലാരെങ്കിലും ചീട്ടിടാൻ പറഞ്ഞു. അത് ഒന്ന് എൻ്റെ പേര്, ഒന്ന് K. മധുവിൻ്റെ പേര്, ഡയറക്ടർ K. മധുവിൻ്റെ, പിന്നെ ഒന്ന് മധു ഒന്നും ഡയറക്റ്റ് ചെയ്തിട്ടില്ല, ഒന്ന് അനിൽ എന്ന് പറഞ്ഞിട്ട്, പിന്നീട് ദൗത്യം എന്ന് പറഞ്ഞ പടമൊക്കെ ചെയ്ത് അന്ന് ഐ വി ശേഷിയുടെ അസോസിയേറ്റാണ് അനിൽ. കുറേ പടങ്ങൾ അസോസിയേറ്റഡ് ഐ വി ശേഷിയിലൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ 3 പേരുടെ പേരാണ് ജോൺ പോൾ കൊടുത്തത്. ഇദ്ദേഹം പോയിട്ട് കോരയുടെ അടുത്ത് വന്നിട്ട് ചീട്ടടിച്ചപ്പോൾ കോര എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കമൽ എന്നുള്ള പേര് പോലും കേട്ടിട്ടില്ല കോര. ഈ R.S. ശ്രീനിവാസനും കേട്ടിട്ടില്ല, അറിയേയില്ല. ചീട്ടിട്ടപ്പോൾ എൻ്റെ പേര് വീണു എന്നാണ് പറയുന്നത്. ജോൺ പോൾ പറഞ്ഞ അറിവാണ്. അപ്പോൾ R.S. ശ്രീനിവാസൻ പറഞ്ഞ് ചീട്ട് വീണത് കമൽ എന്ന് പറയുന്ന ആളുടെ. അപ്പോൾ കമൽ ആരെന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് R.S. ശ്രീനിവാസന് വിശ്വാസം. പിന്നെ A.B. രാജിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ A.B. രാജായിരുന്നു R.S. ശ്രീനിവാസൻ്റെ സ്ഥിരം ഡയറക്ടർ. അപ്പോൾ ഒരു വിശ്വാസമായി. അങ്ങനെ എല്ലാം കാണണമെന്നും പറഞ്ഞിട്ടാണ് ജോൺ പോൾ എന്നോട് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും അദ്ദേഹം മദ്രാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. പോയി, പിന്നെ പടം പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ജോൺ പോൾ പറഞ്ഞു, പടം എങ്ങും പോകുന്നില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക്, ഞാൻ R.S. ശ്രീനിവാസനെ ഫോണിൽ വിളിച്ചു തരാമെന്ന് പറഞ്ഞ് രാത്രി അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് ഫോണിൽ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ മദ്രാസിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോകാനൊക്കെ തയ്യാറായപ്പോൾ ജോൺ പോൾ പറഞ്ഞ് കുറച്ച് ദിവസം കഴിയും, അദ്ദേഹം പറഞ്ഞെന്തോ തിരക്കിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എപ്പോഴും കോട്ടയത്ത് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹം എന്തോ തിരക്കിലാണെന്ന് പറഞ്ഞു.
ഞാൻ അപ്പോഴും പൊന്നാനിയിൽ തന്നെ ഒരു ദിവസം പെട്ടെന്ന് പത്രത്തിലൊരു വാർത്ത കാണുകയാണ്, ഈ R.S. ശ്രീനിവാസൻ ബോട്ട് അപകടത്തിൽ ഈ ഇവിടെ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കുമരകത്ത് ബോട്ടിന് പോകുമായിരുന്നു, എന്തോ ഉല്ലാസയാത്ര എന്തോ ഈ അവിടുത്തെ സെൻട്രൽ പിക്ചേഴ്സ് ഉണ്ട്, അവരാരൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോട്ട് അപകടത്തിൽ ഈ R.S. ശ്രീനിവാസൻ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പം ഈ വാർത്ത കണ്ടിട്ട് ഞാൻ ജോൺ പോളിനെ ഇങ്ങനെ വിളിക്കുകയാണ്. ഫോണിൽ വിളിച്ചപ്പോൾ ജോൺ പോൾ പറഞ്ഞ് ഇന്നലെയാണ് സംഭവം, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ബോട്ട് പെട്ടെന്ന് ഇയാൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു, ബോട്ട് മറിഞ്ഞു, ഇദ്ദേഹം വീണു, മറ്റുള്ളവരൊക്കെ നീന്തി കയറി, ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പ്രതീക്ഷ പോയല്ലോ. അത് കഴിഞ്ഞു ഒരു 4-5 മാസം അങ്ങനെ പോയി. വീണ്ടും ഞാൻ പടങ്ങൾ വർക്ക് ചെയ്യാൻ പോയി. 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം പെട്ടെന്ന് ജോൺ പോൾ എന്നെ മദ്രാസിൽ നിന്ന് വിളിക്കുകയാണ്, നാളെ തന്നെ നീ പുറപ്പെട്ട് മദ്രാസിലേക്ക് വരണമെന്നത്. ഞാനങ്ങനെ ചെന്നൈയിലേക്ക് ചെല്ലുന്നു, ജോൺ പോളിനെ കാണുന്നു. ജോൺ പോൾ 2 ചെറുപ്പക്കാർ എൻ്റെ ആ റൂമിലേക്ക്, ജോൺ പോളിൻ്റെ റൂമിലേക്ക് വന്നു. അത് ഈ R.S. ശ്രീനിവാസൻ്റെ മക്കളാണ്. അപ്പോൾ അവർ അച്ഛൻ തീരുമാനിച്ച സിനിമ വീണ്ടും തുടങ്ങണം എന്നുള്ള ആഗ്രഹിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞ സംവിധായകനായിരുന്നു കമൽ. അപ്പോൾ കമലിനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കണം എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ കമലിനെ പരിചയപ്പെടാനെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തി. അപ്പോൾ ജോൺ പോൾ എന്നെ തിരക്കഥ എഴുതണം. മോഹൻലാലിൻ്റെ ഡേറ്റ് അന്ന് അച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മോഹൻലാലിനെ കണ്ട് ഡേറ്റ് പറഞ്ഞു ഉറപ്പിക്കണം, കമൽ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഇവർ രണ്ടുപേരും ശിവപ്രസാദ്, രാമപ്രസാദ് എന്ന് പറഞ്ഞിട്ട് 2 മക്കളാണ്. ഇവരെന്നെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ച് ഞാനിവരെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ അമ്മ ഓക്കെ പറയണം, അമ്മ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഈ R.S. ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അമ്മയെ കോളിംഗ് ബെൽ അടിച്ചു, അന്ന് വാതിൽ തുറന്നു. ഈ ശിവപ്രസാദ് വന്ന് അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ വന്നു. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MS സുബ്ബലക്ഷ്മിയൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലത്തെ ഒരു സ്ത്രീയാണ് അവർ, ഭയങ്കര ഐശ്വര്യമുള്ള സ്ത്രീ. ഞാൻ പെട്ടെന്ന് MS സുബ്ബലക്ഷ്മിയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുമ്പോൾ ഇവർ വന്നു. അവർ ഒന്നും പറഞ്ഞില്ല, കമലല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ കാണുകയാണ്. അവർക്ക് എന്നെ എന്തോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യാനായിട്ട് ഒരു നിർമ്മാതാവ് എനിക്ക് വരും. ജീവിതത്തിൽ അന്നുവരെയും കാണാത്ത നിർമ്മാതാവ് ജോൺ പോളിൻ്റെ റെക്കമെൻഡേഷനിൽ വരികയാണ്. അതാണ് മിഴിനീർ പോൾ എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമ. ആ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ അനുഭവങ്ങൾ പറയാം. മിഴിനീർ പോൾ മോഹൻലാലും ഉർവശിയും നെടുമുടി വേണു ലിസി തിലകൻ ചേട്ടനൊക്കെ അഭിനയിച്ച സിനിമയാണത്. അതാണ് മിഴിനീർ പോൾ എൻ്റെ ആദ്യത്തെ സിനിമ.